Hi guys, welcome back to We Learn Study platform. First news, Supreme Court bench to study Aadhaar verdict today. കോണ്ടെക്സ്റ്റ് എന്താണ്? 2017 റൈറ്റ് ടു പ്രിവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 2018 ആധാർ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആധാറിൻ്റെ ആ ഒരു ആക്ടിൻ്റെ സാധുത പഠിക്കാനായിട്ട് സുപ്രീം കോർട്ടിൽ ഒരു 5 ജഡ്ജ് അടങ്ങുന്ന ബെഞ്ച് രൂപീകരിച്ചു. ഇപ്പോഴത്തെ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞിട്ടുള്ള ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധികൾ പഠിക്കാനായിട്ട് സുപ്രീം കോർട്ട് വീണ്ടും ഒരു ബെഞ്ച് രൂപീകരിക്കാൻ പോവുകയാണ്. തുടരെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂസുകളിലൂടെ ആ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ആധാർ എന്ന് പറയുന്നത് ഒരു 12 ഡിജിറ്റ് നമ്പറാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയാണ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ചോദിക്കും, ആധാർ ഇന്ത്യൻ സിറ്റിസണ് മാത്രമാണോ ലഭ്യമാകുന്നത്? അല്ല. എന്താണ്, ഓൾ റെസിഡൻസിനാണ് ആധാർ ഇഷ്യൂ ചെയ്യുന്നത്. ഓൾ റെസിഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫോറിനർ ഇവിടെ വരുവാന്ന് വെച്ചോ, ആ വ്യക്തി 6 മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയും എന്താണ്, ഈ ആധാർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അത് ലഭ്യമാകാൻ അർഹനാണ്. അതുകൊണ്ട് തന്നെ ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസണിന് മാത്രമല്ല, ഓൾ റെസിഡൻസിന് വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. കാരണം ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് മാത്രമാണ്, അല്ലാതെ നമ്മുടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രൂഫല്ല. ആധാറിൽ നമ്മുടെ അഡ്രസ്സ് ആണെങ്കിലും നമ്മുടെ ബയോമെട്രിക് ഇൻഫോയും എല്ലാം ഉണ്ടല്ലേ. ഈ ഇൻഫോർമേഷൻസിൻ്റെ എല്ലാ ഡേറ്റേഴ്സും സ്റ്റോർ ചെയ്യുന്നത് മാനേജ് ചെയ്യാനുമായിട്ട് ഒരു ഗവൺമെൻറ് ഏജൻസി ഉണ്ട്. ആ ഏജൻസിയുടെ പേരാണ് സെൻട്രൽ ഐഡൻറ്റിറ്റീസ് ഡേറ്റ റെസ്പോസിറ്ററി അഥവാ CIDR. ഈ CIDR ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. ആധാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡേറ്റാസും ഈ ഒരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഏജൻസിയാണ്. സോ ഇനി ഈ ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകൾ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവർക്ക് സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ആയിരിക്കും നേരിടേണ്ടി വരുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ജമ്മു കാശ്മീർ ഹെവി സ്നോഫോൾ ഡിക്ലെയർഡ് സ്റ്റേറ്റ് സ്പെസിഫിക് നാച്ചുറൽ കലാമിറ്റി. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ രാജ്യത്ത് എമ്പാടുമുള്ള ഡിസാസ്റ്റേഴ്സിനെ ഒരു ലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുക്കാവുന്നതാണ്. അതായത് ഫണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫണ്ട് കൊടുക്കുന്നത് പകുതി പെർസെൻറ്റേജ് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. അപ്പം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് ലോയിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് ചിന്തിക്കലും. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ എന്താണ്, ചില ഡിസാസ്റ്റേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർക്ക് ഈ ഫണ്ട് അവൈലബിൾ ആവുക? അതായത് ഇപ്പം ഹെവി സ്നോഫോൾ അത് ഒരിക്കലും എന്താണ് ഈ ലിസ്റ്റിൽ പെടുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റിൽ ഇല്ലാത്ത ഡിസാസ്റ്റേഴ്സ് വരുമ്പം സ്റ്റേറ്റ് ആണെങ്കിലും യൂണിയൻ ടെറിട്ടറിക്കാണെങ്കിലും വേറൊരു മാർഗമുണ്ട്. എന്താണ്, ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റിൽ ഈ ഡിസാസ്റ്ററിനെ സ്പെസിഫൈ ചെയ്യുക. അതായത് ഞങ്ങളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റി ആണെന്ന് ആ സ്റ്റേറ്റ് തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് 10% ഫണ്ട് അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി അല്ലാതെ ഈ ലിസ്റ്റിലുള്ള ഡിസാസ്റ്റർ ആണ് സ്റ്റേറ്റുകളിൽ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ സെൻട്രലിൽ നിന്ന് 75% ഫണ്ടും, അതല്ല സ്പെസിഫിക് കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ സെൻട്രലിൽ നിന്ന് 90% ഫണ്ട് ലഭിക്കും. ഇത് 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇത് ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ ബഡ്ജറ്റ് വഴിയാണെന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഈ ഇൻസ്റ്റാൾമെൻറ്റ് ആരുടെ റെക്കമെൻഡേഷൻ വഴിയാണ് പോകുന്നത്? ഫൈനാൻസ് കമ്മീഷൻ്റെ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഖത്തറീസ് ഹെഡ് ടു സൗദി അറേബ്യ ആഫ്റ്റർ റീ ഓപ്പണിംഗ് ഓഫ് ബോർഡർ. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2017 സൗദി അറേബ്യയും അതിൻ്റെ സഖ്യകക്ഷികളും എന്താണ് ഖത്തറുമായിട്ടുള്ള എല്ലാ ടൈപ്പും കട്ടാക്കി. അതായത് എയർ ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും നേവൽ ആണെങ്കിലും എല്ലാം ഉപരോധിച്ചു. അപ്പം ഖത്തർ ഇതിൻ്റെ റീസണായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തർ എന്താണ് ഇറാനുമായിട്ടൊരു ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖത്തറിൽ നിന്നുള്ള ഫണ്ടെല്ലാം ടെററിസ്റ്റ് ഓർഗനൈസേഷനിലേക്കാണ് പോകുന്നത്. സോ ഈ 2 ആരോപണങ്ങൾ പ്രകാരമാണ് ഈ ഒരു ഉപരോധം ബാക്കി എല്ലാ ഗൾഫ് കൺട്രീസും ഏറ്റെടുത്തത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പം എന്താണ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിലുണ്ട്. ഈ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ പൊളിറ്റിക്കൽ എക്കണോമിക് യൂണിയനാണ്.
അപ്പോൾ ഇതിൽ എല്ലാ അറബ് സ്റ്റേറ്റ്സും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇറാനും ഇറാഖും ഇതിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻസിൽ GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അറബ് സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എന്താണ്, ഇറാനും ഇറാഖും ഇല്ലാത്തത് കൊണ്ട് എല്ലാ അറബ് സ്റ്റേറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിലെ എല്ലാ മെമ്പേഴ്സും മൊണാർക്കീസാണ്. അതായത് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE. ഈ GCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റിയാദിലാണ്. സോ ഈ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, GCC എന്ത് ചെയ്തേക്കുവാണ്, ഖത്തറിനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും റിമൂവ് ചെയ്തേക്കുവാണ്. അത് ഒരു എഗ്രിമെൻറ്റ് വഴിയാണ് കൊണ്ടുവന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് സോളിഡാരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. സോ ക്വസ്റ്റ്യനിൽ സോളിഡാരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഏത് കൺട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഖത്തർ. നെക്സ്റ്റ് ആർട്ടിക്കിൾ, അരുണാചൽ ഹാർബേഴ്സ് എ വനേഡിയം സോഴ്സ്. സോ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വനേഡിയം ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. ഇത് കൊറോഷനെതിരെ തടയും. 1801 വനേഡിയം ഡിസ്കവർ ചെയ്തത്. ഈ സ്റ്റീല്, ടൈറ്റാനിയം, ഈ മെറ്റൽസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഒരു അഡിറ്റീവായിട്ടാണ് വനേഡിയം യൂസ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ പെർ ഡേ ഒരു 0.1 മില്ലിഗ്രാം വനേഡിയം സോഴ്സ് ഉണ്ടാവണം. അരുണാചൽ പ്രദേശിലെ വനേഡിയം സോഴ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ, വനേഡിയം എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ സ്ട്രാറ്റജിക് മെറ്റലാണ്. സോ നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ അരുണാചൽ പ്രദേശിൽ ഏകദേശം 15.5 കിലോമീറ്റർ ലെങ്തിലും 7 മീറ്റർ തിക്നെസ്സിലുമാണ് വനേഡിയം സോഴ്സസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രേഡിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഡിപ്പോസിറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്. അതുപോലെ തന്നെ അയൺ ഓറിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്ലാഗിൽ നിന്ന് നമുക്ക് വനേഡിയം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു മേജർ കൺസ്യൂമറാണ്. അതായത് നമ്മൾ വനേഡിയം ഇമ്പോർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രൈമറി പ്രൊഡ്യൂസർ അല്ല. 2017 എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം വേൾഡ് പ്രൊഡക്ഷൻ്റെ 4% കൺസ്യൂം ചെയ്തേക്കുന്നത് ഇന്ത്യയാണ്. സോ നമുക്ക് ഈ ഒരു വനേഡിയം ഡിപ്പോസിറ്റ് ഉണ്ടായിട്ടും നമ്മളിപ്പോഴും എന്താണ്, ഇമ്പോർട്ട് ചെയ്യുകയാണ്. വേൾഡിൽ ഏറ്റവും കൂടുതൽ വനേഡിയം പ്രൊഡക്ഷൻ ഉള്ളത് ചൈനയ്ക്കാണ്. ഏകദേശം 57% വേൾഡ്സ് പ്രൊഡക്ഷനും ചൈനയിൽ നിന്നാണ്. സോ നമുക്കറിയാം ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഇപ്പം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിനായിട്ട് ഇനി നമുക്ക് എത്ര കാലം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൺഫ്യൂഷനാണ്. ഇനി പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വനേഡിയം ഡിപ്പോസിറ്റ് ഉള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൈക്കോർട്ട് അപ്ഹോൾഡ്സ് അറസ്റ്റ് പ്രൊവിഷൻ ഇൻ CGST ആക്ട് ഫോർ ടാക്സ് ഇവേഷൻ. CGST ആക്ട് എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ആണ്. ഇതിലെ സെക്ഷൻ 69 കോർട്ടിൽ ചലഞ്ച് ആയിട്ടുണ്ട്. ഈ സെക്ഷൻ 69 എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം ഗവൺമെൻറ് അതോറിറ്റീസിന് ഒരു വ്യക്തി നികുതി തട്ടിപ്പ് നടത്തിയെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്തുകൊണ്ട് അങ്ങനെ നടത്തിയെന്ന് അവർ വിശ്വസിച്ചു, അതിൻ്റെ റീസൺ പറയാതെ തന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാം. അതായത് ആ വ്യക്തിയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അവർ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ എന്താണ്, ഇവർക്ക് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രൊവിഷൻ ഒരു ലൂപ്പ് ഹോളായിട്ട് മാറുന്നുണ്ട്. അതായത് ഈ ഒരു പ്രൊവിഷനിൽ എനി പേഴ്സൺ എന്നാണ് പറഞ്ഞേക്കുന്നത്, അവർക്ക് ആരെയും സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. സോ ഇതുകൊണ്ടാണ് കോർട്ടിൽ എന്താണ് ഈ ഒരു CGST ആക്ട് ചലഞ്ചായത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, 2 ഫ്ലൈറ്റ് സർജൻ ടു ട്രെയിൻ ഇൻ റഷ്യ. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഗൻയാൻ മിഷനാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ. സോ ഇതുമായി ബന്ധപ്പെട്ട് ISRO റഷ്യയും ഫ്രാൻസുമായിട്ട് ടൈപ്പ് നടത്തിയിട്ടുണ്ട്. റഷ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ആണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് 4 പൈലറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിങ് സെൻറ്റർ അവിടേക്ക് അയക്കും. യൂറി ഗഗാറിൻ അറിയാം, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ട്രെയിനിങ് സെൻറ്ററിന് ആ പേര് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ടൈപ്പാണ്. സ്പേസ് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ടൈപ്പ് നടത്തിയേക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് സ്പേസ് ഫാബ്രിക്സ് ഡെവലപ്പ് ചെയ്യും. സോ ഇപ്പോൾ 2 സർജൻസിനെ റഷ്യയിലേക്ക് അയച്ചേക്കുവാണ്. കാരണം സ്പേസ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ഫീൽഡാണ്. അപ്പം നമ്മൾ ഈ ഒരു മിഷൻ നടത്തുമ്പം അവിടുത്തെ ആസ്ട്രോനോട്ട്സിൻ്റെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ സ്പേസ് മെഡിസിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ
പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് 2 സർജൻസിനെ റഷ്യയിലേക്ക് അയക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് ഗഗൻയാൻ മിഷനാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ മിഷനിൽ ആദ്യം നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത് റഷ്യയാണ്. ഫ്രാൻസുമായിട്ട് നമുക്ക് സ്പേസ് മെഡിസിനിൽ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ട്രെയിനിങ് സെൻറ്റർ റഷ്യയിലാണ് ഉള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ബംഗാൾസ് ആക്റ്റീവ് കേസസ് ഡിപ്പ് ബട്ട് ഡേറ്റ്സ് നിയർ 10,000. സോ ഈ ഒരു ആർട്ടിക്കിൾ ഗംഗാസാഗർ ഫെസ്റ്റിവലിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ വർഷവും മകർ സംക്രാന്തിയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആചരിക്കുന്നത്. സൂര്യഭഗവാന് വേണ്ടിയാണ് ഈ മകർ സംക്രാന്തി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ എപ്പോഴും 13 തൊട്ട് 15 ജാനുവരി, മിക്കവാറും 14 ജാനുവരിയിലാണ് ആചരിക്കുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് സാഗർ ഐലൻഡ് ഇൻ വെസ്റ്റ് ബംഗാളാണ്. അപ്പം ഈ ഗംഗയും ബേ ഓഫ് ബംഗാളും സംഗമിക്കുന്ന ആ ഒരു റീജിയനിലാണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഈ ഒരു ഗംഗയും ബേ ഓഫ് ബംഗാളും സംഗമിക്കുന്ന ആ ഒരു റീജിയനെ നമ്മൾ ഗംഗാസാഗർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്, കപിൽ മുനി ടെമ്പിൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഡിവോട്ടീസ് വരികയും അവരെന്ത് ഹോളി ഡിപ്പ് അല്ലെങ്കിൽ വിശുദ്ധ മുക്തി നടത്തുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യരാശി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ സഭ എന്ന് പറയുന്നത് കുംഭമേളയാണ്. അപ്പോൾ കുംഭമേള കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് കോൺഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഗംഗാസാഗർ ഫെസ്റ്റിവലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ഫ്രാൻസ് സീറ്റ് ഇൻ ഇലക്ട്രിക് മൊബിലിറ്റി. ഈ ഒരു ആർട്ടിക്കിൾ ഇന്ത്യയുടെ മൊബിലിറ്റി വിഷനെ പറ്റിയാണ് അനലൈസ് ചെയ്യുന്നത്. നാഷണൽ ഇലക്ട്രിക് മൊബിലിറ്റി മിഷൻ പ്ലാൻ ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഫോസിൽ ഫ്യൂവൽ വെഹിക്കിളിൽ നിന്ന് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളിലേക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയാണ്. അതായത് 2030 കൂടി ഇന്ത്യയിൽ 30% ഇലക്ട്രിക് വെഹിക്കിൾ ആവണമെന്നാണ് ഈ ഒരു മിഷൻ്റെ ടാർഗറ്റ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് 85% ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമുക്ക് ക്രൂഡ് ഓയിൽ റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെസ്റ്റ് ഏഷ്യ, റഷ്യ, വെനിസുല ഇവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ക്രൂഡ് ഓയിൽ വെച്ചിട്ട് നമ്മൾ എനർജി സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 2018-19 കണക്ക് പ്രകാരം ഏകദേശം 120 ബില്യനാണ് നമ്മുടെ ഇമ്പോർട്ട് ബില്ലെന്ന് പറയുന്നത്. അതായത് 3rd ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യ. സോ ഈ ഒരു മിഷൻ വരുന്നതോടുകൂടി നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കാനും പറ്റും, അതോടൊപ്പം തന്നെ എനർജി സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിഷൻ്റെ ഭാഗമായി പുതിയ സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് ബാറ്ററി ഡെവലപ്മെൻറ്റ്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ ഒരു സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും കൂടി ഈ മിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാരീസ് ഡീലിൽ നമ്മൾ സൈൻഡ് ആണ്. അതായത് പാരീസ് എഗ്രിമെൻ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻ. അതിൻ്റെ ഡീൽ എന്താണ്? കാർബൺ എമിഷനും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും കുറയ്ക്കുക. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന് ടോപ്പ് മോസ്റ്റ് എമിറ്ററാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീല് പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരണം. ഈ ഒരു മിഷൻ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടാർഗറ്റിലും സിഗ്നേറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷനോട് കൂടി നമുക്ക് പൊല്യൂഷൻ എസ്പെഷ്യലി അർബൺ ഏരിയയിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ക്ലീനർ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു മിഷൻ്റെ ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി തന്നെയാണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇപ്പം ബാറ്ററി ഡെവലപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി നമുക്കറിയില്ല. അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാനുഫാക്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുകയാണ്, ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇലക്ട്രിക് വെഹിക്കിൾ വരുവാണെങ്കിൽ തന്നെ അത് ഹൈ കോസ്റ്റിലായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എത്ര പേര് ഇത് അഡോപ്റ്റ് ചെയ്യും എന്നുള്ളതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ വേണ്ട വിധത്തിലുള്ള ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലില്ല. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഫെയിം സ്കീം ഇൻ 2015. ഈ സ്കീം ലോഞ്ച് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെവി ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഈ ഫെയിം സ്കീമിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് സബ്സിഡീസ് കൊടുക്കും. ഇപ്പോൾ phase 2 ഇപ്പം ഫെയിം സ്കീം നടക്കുന്നത്. അപ്പം phase 2 ഏകദേശം $1.3 ബില്യൺ ഗവൺമെൻറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി $135 മില്യൺ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ഇൻസെൻറ്റീവായിട്ട് നിതി ആയോഗ് ഒരു $4.6 ബില്യൺ കൊടുക്കുന്നുണ്ട്. ബാറ്ററി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇത് അലൊക്കേറ്റ് ചെയ്തേക്കുന്നത്.
മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ ചലഞ്ച് എന്ന് പറയുമ്പം ഇപ്പം ലിഥിയം അയൺ ബാറ്ററിക്ക് വേണ്ടി നമുക്ക് ലിഥിയവും കൊബാൾട്ടുമാണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിനറൽസ് ആയിട്ട് ആവശ്യമുള്ളത്. ഈ മിനറൽസ് നമ്മുടെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിസോഴ്സ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ക്രൂഡ് ഓയിലിന് വേണ്ടി നമ്മൾ വെസ്റ്റ് ഏഷ്യൻ റീജിയനെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലിഥിയം കൊബാൾട്ടിന് വേണ്ടി നമ്മൾ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? ലാറ്റിൻ അമേരിക്കൻ റീജിയൻ. സോ നമ്മുടെ ഫോറിൻ പോളിസിക്ക് ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ റീജിയനുമായിട്ട് ഇനിയിപ്പം പുതിയ ഡീലിങ്സ് നമ്മൾ നടത്തേണ്ടി വരും. ലിഥിയം കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ, അതായത് ഏകദേശം വേൾഡിൽ 80% ലിഥിയം ട്രയാങ്കിളാണുള്ളത്. ഈ ട്രയാങ്കിൾ അറ്റക്കാമ സെൻറ്ററിന് ചുറ്റുമായിട്ട് ആണുള്ളത്. ചുറ്റുമുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാൽ ചിലി, ബൊളീവിയ, അർജൻറ്റീന. സോ ഇതിനൊരു പരിഹാരമായിട്ടാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് 2019 നമ്മുടെ PSUs ആയിട്ടുള്ള നാൽക്കോ, XCL, MCLുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ നടത്തിയിട്ടുണ്ട്. ഇത് മിനറൽ എക്സ്പ്ലോറേഷന് വേണ്ടിയാണ് ഈ ഒരു വെഞ്ചർ നടത്തിയിട്ടുള്ളത്. ആ വെഞ്ചറിനെ വിളിക്കുന്ന പേരാണ് കാബിൽ. സോ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സും ലാറ്റിൻ അമേരിക്കയുമായിട്ട് നടത്തിയ മിനറൽ അസറ്റ്സ് ഹണ്ടിൻ്റെ പേരാണ് കാബിൽ. സോ ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ലിഥിയം സപ്ലൈക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈന, വിയറ്റ്നാം, ഹോങ്കോങ് ആണ്. പക്ഷേ സൗത്ത് ചൈന സീ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം, അതുപോലെ തന്നെ ചൈനയായിട്ടുള്ള ഡിസ്പ്യൂട്ട് കാരണം നമുക്കിത് എത്രത്തോളം പര്യാപ്തമാണെന്ന് കമ്മിങ് ഇയറിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയുമായിട്ടുള്ളൊരു ടൈപ്പ് തന്നെയാണ് സൊല്യൂഷൻ. സോ ഈ ഒരു ന്യൂ മിഷൻ നമ്മുടെ എനർജി സെക്യൂരിറ്റിക്കൊപ്പം തന്നെ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ടെക്നോളജി ചലഞ്ചസിന് വേണ്ടി ഗവൺമെൻറ് ഫെയിം സ്കീമും അതുപോലെ തന്നെ നിതി ആയോഗ് ആണെങ്കിൽ അഡീഷണൽ ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന് വേണ്ടി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലാറ്റിൻ അമേരിക്കൻ കൺട്രിയുമായിട്ട് സൈൻ അപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള കാബിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ എനർജി സെക്യൂരിറ്റിയും എൻവയോൺമെൻറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. That's it. Waiting for your valuable suggestions. Thank you for watching.